ഗാസയിൽ വംശഹത്യ തുടരുന്ന ഇസ്രയേൽ നടപടിക്ക് മുന്നറിയിപ്പുമായി ലോകരാജ്യങ്ങൾ. മുനമ്പിലെ സൈനിക നടപടികൾ അവസാനിപ്പിച്ച് മുനമ്പിലേക്ക് കൂടുതൽ സഹായങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ ഇസ്രയേലിന് കടുത്ത ഉപരോധം നേരിടേണ്ടി വരുമെന്നും ബ്രിട്ടൻ, കാനഡ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ വ്യക്തമാക്കി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എന്നീ നേതാക്കൾ സംയുക്തമായി പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഇസ്രയേലിനോടുള്ള നിലപാട് വ്യക്തമാക്കിയത്. ഗാസയുടെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പുറമെ ഗാസയിൽ സൈനിക നടപടികൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഗിഡിയോൺ ചാരിയോട്സ് പുതിയൊരു ഓപ്പറേഷനും ഇസ്രയേൽ സൈന്യം ആരംഭിച്ചു. ഇസ്രയേൽ സർക്കാർ ഗാസയിലെ ജനങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ ലംഘിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ലോക നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി.